കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു ദിവസത്തെ കേരള സന്ദർശനം അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത. ഇതേ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം. അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്തിയിരിക്കുന്നു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും കേരളത്തിൽ വലിയ നേട്ടം BJPയെ കാത്തിരിക്കുന്നു എന്ന് ആത്മവിശ്വാസം ബൂത്ത് തലത്തിലുള്ള കാര്യകർത്താക്കൾക്ക് നൽകിയാണ് അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്ന് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്ര സന്ദർശനം കൂടി നടത്തിയ ശേഷം അവിടെ ദർശനം കൂടി നടത്തിയ ശേഷം മാത്രമേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ വൈകുന്നേരം ഡൽഹിയിലേക്ക് മടങ്ങുകയുള്ളൂ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്നും പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്തെ, വലിയൊരു ചരിത്രപരമായ പ്രസംഗത്തിനാണ് പുത്തരിക്കണ്ടം മൈതാനി ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിലെല്ലാം 2-3 വിഷയങ്ങൾ പ്രധാനമായി പരാമർശിച്ചിരുന്നു. ഒന്ന്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് BJP നേരിടാൻ പോകുന്നത്, വികസന കേരളം എന്ന കൺസെപ്റ്റ് എന്താണ് എന്ന് ഒരിക്കൽ കൂടി കേരളത്തിലെ പൊതുസമൂഹത്തോട് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെയും UDFനെയും കടന്നാക്രമിക്കുന്നു. എങ്ങനെ വിലയിരുത്താം അമിത്ഷായുടെ പുത്തരിക്കണ്ടം പ്രസംഗത്തെ? കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ആദ്യം വന്നത് മുതൽ അദ്ദേഹം നടത്തിയ ഓരോ വാക്കുകളും കുറിക്കൊള്ളുന്നതായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അവലോകനവും അല്ലെങ്കിൽ തനിക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ന് തന്നെ പറഞ്ഞായിരുന്നു അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളിലേക്ക് കടന്നത്. 2 മുന്നണികളുമായി ബന്ധപ്പെട്ട എല്ലാ അഴിമതി ആരോപണങ്ങളും ഓരോന്നും പേരെടുത്ത് പറഞ്ഞ് തന്നെയാണ് ഇന്ന് അമിത്ഷാ ഇവിടെ പ്രസംഗിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും കാര്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് സ്വർണ്ണക്കടത്തിന് സർക്കാർ സ്പോൺസർഷിപ്പ് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അത് ഇവിടെ മാത്രമാണ്, ഇവിടുത്തെ സർക്കാർ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിയതിൽ. മറ്റൊരു ഏറ്റവും കൗതുകകരമായ കാര്യം, ആദ്യം പ്രവർത്തകരോട് മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. വിജയൻ സാബ് വിദേശത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അറിയണം ഇവിടെ പുത്തരിക്കണ്ടത്ത് BJPയുടെ ഒരു മഹാസമ്മേളനം നടക്കുന്നുണ്ട് എന്ന് പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രസംഗം തുടങ്ങിയത് എന്ന് പോലും ഒരു കൗതുകമുണ്ട്. അതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു സന്ദേശമുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ, 2 മുന്നണികളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രശ്നങ്ങളാണെങ്കിലും ശരി, എക്സാലോജിക്ക് സംഭവമാണെങ്കിലും ശരി, സ്വർണ്ണ തട്ടിപ്പാണെങ്കിലും ശരി, മറ്റ് അഴിമതി കേസുകളാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആരോപണങ്ങളാണെങ്കിലും ശരി, അവയെല്ലാം കൃത്യമായി അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്താണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വരാൻ പോകുന്ന വികസനവുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാടുകൾ എന്താണെന്നുള്ളതിനുള്ള കൃത്യമായ സന്ദേശം പകരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പ്രാദേശിക തലം മുതൽ സംസ്ഥാനത്തിൻ്റെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരെ ഒരേപോലെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരേ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശം, അത് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ കൃത്യമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകി. പ്രത്യേകിച്ച് ഹൈവേ വികസനത്തിന് 65,000 കോടി രൂപ നൽകിയത്, വിഴിഞ്ഞത്തിൻ്റെ വികസന കാര്യങ്ങൾ, അതുപോലെ റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ മൊത്തത്തിലുള്ള വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കേരളത്തിന് അനുവദിച്ച നിരവധി പദ്ധതികളെ പറ്റി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. പൂർണ്ണമായ വിവരങ്ങൾ, അതായത് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കേരളത്തിന് നൽകിയിട്ടുള്ള കോടികളുടെ കണക്ക്, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച തുകയുടെ കണക്ക്, അത് കൃത്യമായി ഇന്ന് താൻ പുറത്തുവിടും, BJPയുടെ സംസ്ഥാന ഓഫീസ് വഴി പുറത്തുവിടുമെന്നാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കേന്ദ്രം കേരളത്തിൽ ചെലവഴിച്ച, കേന്ദ്രം കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതോടൊപ്പമാണ് വളരെ കൃത്യമായി ക്ലിയർ കട്ടായി പറഞ്ഞു വെക്കുന്ന മറ്റു ചില രാഷ്ട്രീയ നിലപാടുകൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ BJPയുടെ വളർച്ച എങ്ങോട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് കൂടിയുണ്ട്. അദ്ദേഹം 2014 കിട്ടിയ വോട്ട്, 19 കിട്ടിയ വോട്ട്, അങ്ങനെ വോട്ട് ഷെയറിലുണ്ടായ വർധനവ് കൃത്യമായി സൂചിപ്പിച്ചു. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 21,000-ലധികം സീറ്റുകളിൽ BJP മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകി. അതോടൊപ്പം തന്നെ 25%-ലധികം വോട്ട് കേരളത്തിൽ BJP നേടണമെന്നുള്ളൊരു നിർദ്ദേശവും അദ്ദേഹം പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിന് കഴിയുമോ എന്നുള്ള ചോദ്യം പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചപ്പോൾ അവർ വലിയ രീതിയിൽ അതിനെ വരവേറ്റത് കഴിയുമെന്ന് തന്നെ പറഞ്ഞായിരുന്നു. വലിയ ആരവമായിരുന്നു അത്തരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായൊരു സന്ദേശം BJP മുന്നോട്ട് വയ്ക്കുകയാണ്. 2014 നേടിയ വോട്ടുകളേക്കാൾ, 2019 നേടിയ വോട്ടുകളേക്കാൾ, പിന്നെ വരുന്ന അതിനുശേഷം നേടിയ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP നേടുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടനം കൂടിയായി അമിത്ഷായുടെ വാക്കുകളെ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്തായാലും വലിയ ആവേശം നിറഞ്ഞൊരു വേദിയായിരുന്നു. ഈ വേദിയുടെ ഒരു പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാരണം കേരളത്തിൽ പലതവണയായി താൻ വന്നിട്ടുണ്ട്, പലതവണ പല പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകളുള്ളൊരു പരിപാടിയിലേക്ക് ഇത്രയധികം വാർഡ് തലത്തിൽ പ്രവർത്തകരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, പ്രാദേശിക പ്രവർത്തകരാണ്, ഒരു
കൃത്യമായ ജില്ലകളുടെ കണക്ക് വെച്ച്, കൃത്യമായ വാർഡുകളുടെ കണക്ക് വെച്ച്, കൃത്യമായ ലീഡർഷിപ്പിൻ്റെ എണ്ണം വെച്ച് നടന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത്തരം ഒരു പരിപാടിയായിട്ട് കൂടി ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയെങ്കിൽ അത് കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്കുള്ള കൃത്യമായ ഒരു സൂചനയാണ് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടതാണ്. അങ്ങനെ ഒരു വശത്ത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു, ഒരു വശത്ത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു, മറുവശത്ത് കേരളത്തിലെ BJPയുടെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകളും അതിന് സമാനമായ രീതിയിലുള്ള പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. കൃത്യവും പൂർണ്ണവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം, കൃത്യവും പൂർണ്ണവുമായിട്ടുള്ള ഒരു വികസന സന്ദേശം, കൃത്യവും പൂർണ്ണവുമായിട്ടുള്ള ഒരു സംഘടനാ സന്ദേശവും നൽകിയിട്ടാണ് ഇന്ന് അമിത്ഷാ ഈ പുത്തരിക്കണ്ടത്തിൻ്റെ മണ്ണിൽ നിന്ന് മടങ്ങിയത്. ഗൗതം.